കത്തിയെരിയുന്ന വൈറ്റ് ഹൗസ്. അമേരിക്കൻ പതാക പുതപ്പിച്ച നിരനിരയായ ശവപ്പെട്ടികൾ. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയും അവരുടെ മക്കളും. ലോകത്തെ ആകെ ഞെട്ടിക്കുന്ന തികച്ചും പ്രാകൃതമായിട്ടുള്ള ഒരു വധഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ മുഴക്കിയിരിക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ പോരല്ല, മറിച്ച് ഒരു ലോക നേതാവിന്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ വെല്ലുവിളിയാണിത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതാണ് ഇറാന്റെ ഈ ഒരു പുതിയ പ്രകോപനം. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ തിരക്കേറിയ തെരുവുകളിലാണ് ഈ കൂറ്റൻ ബാനർ ഉയർന്നിരിക്കുന്നത്. രക്തത്തിന് രക്തം എന്ന കടുത്ത മുദ്രാവാക്യത്തോടെ ഡൊണാൾഡ് ട്രംപിനൊപ്പം പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാങ്ക, ഡോൺ ജൂനിയർ, എറിക്, ടിഫാനി, ഏറ്റവും ഇളയ മകൻ ബാരൻ ട്രംപ് എന്നിവരെയാണ് ഇറാൻ ശവപ്പെട്ടിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് പകരമായി പ്രതികാരം തീർച്ചയായും നടപ്പാക്കുമെന്നും കുറ്റവാളികൾക്ക് സമാധാനത്തോടെ മരിക്കാനാകില്ലെന്നും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖൊമേനി പരസ്യമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി ഇറാനിൽ ഉണ്ടായത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെയും അദ്ദേഹത്തിന്റെ പിഞ്ചുകുട്ടിയെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഇങ്ങനെ പരസ്യമായി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇറാന്റെ യഥാർത്ഥ തീവ്രവാദ മുഖമാണ് വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഇത് രണ്ടാം തവണയാണ് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഇത്തരമൊരു ബിൽ ബോർഡ് സ്ഥാപിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി നേരിട്ട് ബന്ധമുള്ള സംഘടനകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഫെബ്രുവരി മുതൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇറാൻ ശക്തമാക്കിയതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം പ്രകോപനങ്ങൾ ഇപ്പോൾ ഇതുപോലെ വരുന്നത്. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ അമേരിക്കയോ ഡൊണാൾഡ് ട്രംപോ തയ്യാറല്ല. ഇറാനുമേൽ കനത്ത ബോംബാക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് അദ്ദേഹം ഇതിനകം തന്നെ കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തന്റെ യാത്രാ പദ്ധതികളിൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം മാറ്റം വരുത്തിയെങ്കിലും ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണത്തിനാണ് ട്രംപ് കോപ്പുകൂട്ടുന്നത്. ഇറാനെതിരെ വിപുലമായിട്ടുള്ള സൈനിക നീക്കം നടത്താൻ ഇസ്രയേലും പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഇതിന് പിന്തുണ നൽകാനായി അമേരിക്ക ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിലേക്ക് അയച്ചും തുടങ്ങി. ഈ സൈനിക നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്ക് മാത്രമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ശവപ്പെട്ടിയിൽ വരച്ചു വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഇറാനിയൻ ഭരണകൂടത്തിന് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് കനത്ത സൈനികാക്രമണത്തിലൂടെയായിരിക്കും അമേരിക്കയും ഇസ്രയേലും മറുപടി നൽകാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവോടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ തീവ്രവാദ ഭരണകൂടത്തിനു മേൽ ആ വലിയ ആക്രമണം സംഭവിച്ചേക്കാം. മിസ്റ്റർ സിസ്റ്റേ മലയാളം.